ഇറാന് നേരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ CNBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാവി നിലപാട് അദ്ദേഹം ഇവിടെ എടുത്തു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. എന്നാൽ ട്രംപ് ആകട്ടെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് ഓരോ തവണയും പ്രസ്താവനകൾ നടത്തുന്നത്. തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെയും മറ്റ് സുരക്ഷാ നടപടികളിലൂടെയും ഇറാന്റെ ഭരണകൂടത്തെയും സൈനിക ശേഷിയെയും വലിയ തോതിൽ തളർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും നെതന്യാഹു വെളിപ്പെടുത്തി. തന്ത്രപരമായ ചില സുപ്രധാന വിഷയങ്ങളിൽ അമേരിക്കയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചർച്ചകളിലൂടെ ഒന്നിച്ച് അതിനെല്ലാം തന്നെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കാറുണ്ട് എന്നും മാത്രമല്ല, ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ബോംബെറിഞ്ഞുകൊണ്ട് തകർക്കുമെന്ന നെതന്യാഹുവിന്റെ ഭീഷണിക്കെതിരെ ട്രംപ് ഫോണിലൂടെ തന്നെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വരും ദിവസങ്ങളിൽ കടുക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന നൽകുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന ഉത്കണ്ഠയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നതും. പ്രത്യേകിച്ച് ലിറ്റാനി നദിയുടെ തെക്കൻ ഭാഗം വർഷങ്ങളായി തന്നെ സംഘർഷങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഈ മേഖലയിലെ സായുധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് വിലയിരുത്തൽ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിലെ പ്രതിസന്ധികൾക്ക് ദീർഘകാല രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുന്നതിനായി തന്നെ ഇസ്രായേലും ലെബനനും നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായുള്ള പരസ്പര അവിശ്വാസത്തിനിടയിൽ ഇത്തരമൊരു തീരുമാനം വലിയ നയതന്ത്ര മുന്നേറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിർത്തി സ്ഥിരത, പ്രാദേശിക സമാധാന ശ്രമങ്ങൾ എന്നിവ പ്രധാന വിഷയങ്ങളായിരുന്നു എന്നതാണ് സൂചന. കരാർ നടപ്പിലാക്കുന്നതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളിത്തവും സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നതാണ് വിവരം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ധാരണ പൂർണ്ണമായും തന്നെ നടപ്പായാൽ പശ്ചിമേഷ്യയിലെ സംഘർഷ തീവ്രത കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കും. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ നിശ്ചയിക്കുന്നതോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതോമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നതും. അതേസമയം അമേരിക്കൻ മധ്യസ്ഥതയിൽ ചരിത്രപരമായ ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലും ലെബനനും രംഗത്തെത്തി. ഇതോടുകൂടി തന്നെ ട്രംപിന്റെ പട്ടികയിൽ മറ്റൊരു യുദ്ധം കൂടി അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഇവിടെ ഇടചേർക്കപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെ തന്നെ ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീർഘകാലമായി തന്നെ അതിർത്തി മേഖലകളിൽ തുടരുന്ന സൈനിക ഏറ്റുമുട്ടലുകളും സുരക്ഷാ ആശങ്കകളും അവസാനിപ്പിക്കുകയാണ് ഈ ധാരണയുടെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. കരാർ പ്രകാരം ലെബനൻ ആസ്ഥാനമായുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും തെക്കൻ ലിറ്റാനി മേഖലയിലെ സായുധ സാന്നിധ്യം പിൻവലിക്കണമെന്നത് ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.